നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അലർജിയും ആസ്മയൊക്കെ ഉണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് എ സി ഉപയോഗിക്കാമ്പോൾ തീർച്ചയായിട്ടും എ സി ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എ സി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എ സിയുടെ ഫിൽറ്റർ മറക്കാതെ ക്ലീൻ ചെയ്യണം. 2 അല്ലെങ്കിൽ 3 മാസം ഇടവിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. നല്ലവണ്ണം ശ്വാസം മുട്ടൽ മാറാതെ വന്നപ്പോൾ ഞാൻ ഫിൽറ്റർ ക്ലീൻ ചെയ്തു. പക്ഷേ എന്നിട്ടും അസുഖം മാറിയില്ല, ശ്വാസം മുട്ടൽ തുടർന്നു. ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്താണ് കാരണമെന്ന് പരിശോധിച്ചപ്പോഴാണ് ഫിൽറ്റർ സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്താൽ പോരാ, നമ്മൾ അകത്ത് പൊടി അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അകത്ത് ഫംഗസ് ഉണ്ടായിരുന്നു എൻ്റെ എ സിക്കകത്ത്. പ്രോപ്പറായ രീതിയിൽ ടെക്നീഷ്യനെ വിളിച്ച് ക്ലീൻ ചെയ്ത ശേഷമാണ് എ സിയുടെ പ്രശ്നം മാറിയതും എൻ്റെ ശ്വാസം മുട്ടൽ കുറഞ്ഞതും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉപകരിക്കട്ടെ എന്ന് കരുതി ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. എ സി ക്ലീൻ ചെയ്യുമ്പോൾ റോഡ് സൈഡുള്ള വീടാണെങ്കിൽ ഏകദേശം ഒരു 3 മുതൽ 6 മാസത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യുക. അതേസമയം ഉള്ളിലോട്ടാണെങ്കിൽ നമുക്കൊരു 6 മാസം ടു 1 ഇയറിനിടയ്ക്ക് ക്ലീൻ ചെയ്താൽ മതിയാവും എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഫിൽറ്റർ അല്ലാതെ തന്നെ ബ്ലോയർ ഫാൻ എന്നൊരു ഉപകരണമുണ്ട്. അത് നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. അതിനകത്ത് ഫംഗസ് ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൂളിംഗ് കോയിൽ എന്നുണ്ട് ഒരു ഉപകരണമുണ്ട്. അപ്പോൾ ഈ കൂളിംഗ് കോയിൽ അവർ പറഞ്ഞത് ഷാമ്പു അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ച് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് വെള്ളം ഒഴിച്ച് കഴുകി ഉണക്കി എടുക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഗ്യാസ് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യണം എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഫിൽറ്റർ ക്ലീൻ ചെയ്ത് വിടുകയാണ്, എന്നിട്ടും ശ്വാസം മുട്ടൽ മാറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അകത്ത് പൊടിയുണ്ടോ എന്നും ഫംഗസ് ഉണ്ടോ എന്നും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.